നമസ്കാരം. ഒരാളുടെ വസ്ത്രം കണ്ട്, ജോലി കണ്ട്, സംസാര രീതി കണ്ട്, ഇതൊക്കെയാണ് അയാളുടെ ജീവിതമെന്ന് ഒരു നിമിഷത്തിൽ നമ്മൾ അങ്ങ് അളക്കുന്നു. അതിന്റെ പേരാണ് മുൻവിധി. മുൻവിധി ഒരു ശബ്ദമില്ലാത്ത കോടതിയാണ്. അവിടെ തെളിവുകളില്ല, പക്ഷെ വിധി ഉടനെ ഉണ്ടാകും. നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കഥാനേരത്തിലേക്ക്. ഒരു അഞ്ചംഗ കുടുംബം കടപ്പുറത്ത് സായാഹ്നം ചെലവഴിക്കാൻ എത്തിയതായിരുന്നു. അവർ മണ്ണുകൊണ്ട് കൊട്ടാരം കെട്ടുകയും കുട്ടികൾ പരസ്പരം മണ്ണെറിഞ്ഞ് വാരി കളിക്കുകയൊക്കെയായിരുന്നു. അപ്പോഴാണ് അങ്ങകലെ ഒരു വൃദ്ധയായ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുടി പാറി പറക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ഭാണ്ഡക്കെട്ടുണ്ട്. അവരെന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് എന്തൊക്കെയോ പെറുക്കി അവരുടെ ഭാണ്ഡക്കെട്ടിലേക്ക് ഇടുന്നുമുണ്ട്. ഈ സ്ത്രീയെ കണ്ടയുടനെ അച്ഛനും അമ്മയും കുട്ടികളോട് പറഞ്ഞു, അവരെ സൂക്ഷിക്കണം, അവരുടെ അടുത്തേക്ക് പോകണ്ട എന്ന്. ആ സ്ത്രീ നടന്ന് നടന്ന് ഈ കുട്ടികളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവരെ നോക്കി സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചു. ഇത് കണ്ട ഈ കുട്ടികൾ തിരിച്ചൊന്ന് പുഞ്ചിരിച്ചില്ല എന്ന് മാത്രമല്ല, വെറുപ്പോടെ അവരെ നോക്കുകയും ചെയ്തു. ആ സ്ത്രീ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ദൂരത്തേക്ക് നടന്ന് നീങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞു. ആ അച്ഛനും അമ്മയും ഒരു വിവരം അറിഞ്ഞു. അവരന്ന് കണ്ട ആ മനോരോഗിയായ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. ആ കടൽ തീരത്ത് സമയം ചെലവഴിക്കാൻ വരുന്നവരുടെ കാല് മുറിവുണ്ടാവാതിരിക്കുവാൻ വേണ്ടി ആ മണലിൽ കിടക്കുന്ന കുപ്പിച്ചില്ലുകളും മുള്ളുകളും പുറക്കിക്കളയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ പ്രവൃത്തി എന്താണെന്നറിയാതെ, അവരെന്താണ് ചെയ്യുന്നതെന്നറിയാതെ എത്രയോ മുൻവിധികളോടെയാണ് നാം മറ്റുള്ളവരെ കാണുന്നത്. മറ്റുള്ളവരുടെ നന്മകൾ, മറ്റുള്ളവരുടെ സ്നേഹം, ഇതൊക്കെ നമ്മിലേക്ക് എത്തുന്നതിനും നമ്മളിൽ നിന്ന് അവരിലേക്ക് എത്തുന്നതിനും തടയുന്ന ഒന്നാണ് ഈ മുൻവിധി. ഒരു മനുഷ്യനെയും മുൻവിധിയുടെ മറയില്ലാതെ കാണുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സന്ധ്യ. താങ്ക് യു.